ഹായ്, ഇനി നമുക്ക് ഒരു 10 കിലോ ചിക്കൻ വെച്ചാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 5 കിലോ, 5 അല്ല, ഒരു 7-8 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 7-8 കിലോ ഉള്ളി എടുത്തു. അതിന് ഞാനും മളവും അമ്മയും അശിയും എല്ലാവരും കൂടെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ രാത്രി അരിയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അരിയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ഓരോരോ കോമഡിയൊക്കെ കാണിക്കുന്നു. നമ്മളതുപോലെ വീണ്ടും തിരിച്ച് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് നമ്മളിരുന്ന് അരിയുന്നുണ്ടായിരുന്നു. നാളത്തേക്ക് ബിരിയാണിയും വെക്കണം, ചിക്കനും വെക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്യാരറ്റ്, ബീൻസ്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ചായിരുന്നു. അപ്പോൾ ചേച്ചിയൊക്കെ രാത്രി വന്നായിരുന്നു. അങ്ങനെ ചേച്ചിയൊക്കെ അവിടെ വന്നപ്പോൾ തളർന്നു എന്നും പറഞ്ഞ് കിടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഉള്ളിക്കൊക്കെ കാവലിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒപ്പുസും ജിയും ആളും ഒക്കെ. ചേച്ചി കഴിച്ചിട്ട് വന്ന് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേയൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷം അളിയൻ വന്ന് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ പുറത്തുനിന്ന് ഗ്യാസ് അടുപ്പും ഉരുളിയൊക്കെ എടുത്തായിരുന്നു. അത് വെച്ചാൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. അളിയൻ ഉള്ളി നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടിരുന്നു. ഞങ്ങൾ വഴറ്റുമ്പോൾ ചേട്ടൻ പറഞ്ഞു, അയ്യോ ഉള്ളി വെന്തു, ഇനി നിങ്ങൾ മല്ലിമുളകും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് വേവിക്കാനൊക്കെ പറയുമായിരുന്നു. അത് പറഞ്ഞ് നമ്മൾ കളിയാക്കാനൊക്കെ തുടങ്ങി. ചേട്ടനെ അളിയൻ വന്നവൻ പറഞ്ഞു ഇനിയും കുറച്ചും കൂടി വേവണമെന്ന്. അത്രയും സമയം ഞങ്ങൾ ഇളക്കി ഓരോരുത്തരും ഇളക്കി തിന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഉള്ളി വെന്ത ശേഷം പൊടികളെല്ലാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് അത് കഴിഞ്ഞ് അതിനാവശ്യമായ വെള്ളം ചൂടാക്കി വെച്ചിരുന്ന ആ വെള്ളവും ചൂടുവെള്ളവും ഒഴിച്ച് പിന്നെ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മളെല്ലാവരും പിന്നെ തിളയ്ക്കുന്നത് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ മാളൊക്കെ പറഞ്ഞു, അങ്കിളെ വീഡിയോ എടുക്കുക, വയർക്ക് ഉള്ളിലോട്ട് പിടിക്കില്ലെങ്കിൽ വയറൊക്കെ കാണുമെന്ന്. അപ്പോൾ അത് പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ച് നമ്മളിരുന്നു. 12 മണി കഴിഞ്ഞു ചിക്കൻ വെച്ച് തീരുമ്പോൾ. അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരും ഉണർന്നിരുന്നു. അത്രയും നേരം ചിക്കനൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയി കിടന്നുറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം, പുതിയൊരു വീഡിയോ വീണ്ടും